ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് ഓഡിറ്റിംഗ്. ബുക്ക് കീപ്പിങ്ങും ഓഡിറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഓഡിറ്റിങ് നടത്തുന്നത് ബുക്ക് കീപ്പിംഗ് നടന്നതിന് ശേഷമുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ചുരുക്കം പറഞ്ഞാൽ ഓഡിറ്റിങ്ങിലൂടെ ബുക്ക് കീപ്പിങ്ങിലൂടെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യലാണ് ഓഡിറ്റിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആണ്. ഇത് രണ്ടും എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 4 മാർക്സിന്. അപ്പോൾ ആദ്യമായിട്ട് പറയാണ്, ബുക്ക് കീപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓഡിറ്റിങ്ങിൽ വെരിഫൈ ചെയ്യുന്നത് ഒരു പരിധി വരെ. ബുക്ക് കീപ്പിങ്ങിൽ എന്താ ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ഡെബിറ്റ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻ ഡെബിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ചെയ്യും, ഒക്കെ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് നമുക്ക് 8 ഉണ്ട്. അത് ഓരോന്നായിട്ട് പറയാം. 6 ടൈപ്പ് ചെയ്യാൻ 2 ടൈപ്പ് ചെയ്യാൻ വിട്ടു കേട്ടോ. സോറി, ഞാനത് പറയാം കേട്ടോ. 2 പെട്ടെന്ന് വിട്ടുപോയി, അപ്പുറത്തെ പേജിലായതുകൊണ്ടേ. ഓക്കെ, 1 by 1 ആയിട്ട് പറയാം. റെക്കോർഡിംഗ് എന്താണ് ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നത്? ബുക്ക് കീപ്പിംഗ് എന്നാൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ആർട്ടാണ് ബുക്ക് കീപ്പിംഗ്. എന്നാൽ ഓഡിറ്റിംഗ് എന്താണ്? ഓഡിറ്റിങ്ങിലെ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളുടെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യലാണ്, അല്ലേ? ശരിയായിട്ടുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കലാണ്. ഇനി ബുക്ക് കീപ്പിംഗ് നടത്തുന്നത് ഒരു ജൂനിയർ ക്ലർക്കോ അക്കൗണ്ടന്റോ ആണ്. എന്നാൽ ഓഡിറ്റിംഗ് നടത്തുന്നത് ആരാണ്? ഓഡിറ്റിംഗ് ഒരു ക്വാളിഫൈഡ് ഓഡിറ്ററെ നടത്തുള്ളൂ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഓഡിറ്റിംഗ് നടത്തുക. ഇനി ഓഡിറ്റിംഗ് ഡസ് നോട്ട് റിക്വയർ bookkeeping does not require special knowledge training in accounting. അതായത് അക്കൗണ്ടിങ്ങിൽ വലിയ ജ്ഞാനം എന്നുള്ളതല്ല, എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഒരു സാധാരണ ലെവലിലുള്ള ഒരു ഡെബിറ്റും ക്രെഡിറ്റും അറിയുന്ന, അല്ലെങ്കിൽ അതിൽ പ്രാക്ടീസ് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാലോ ഓഡിറ്റിങ്ങോ, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ നോളജ് ആൻഡ് ട്രെയിനിങ് ആർ എസെൻഷ്യൽ ഫോർ ഓഡിറ്റിംഗ്. ഇനി ബുക്ക് കീപ്പിംഗ് വർക്ക് ഓഫ് മെക്കാനിക്കൽ നേച്ചർ. ബുക്ക് കീപ്പിംഗിൽ എന്താ? മെക്കാനിക്കൽ നേച്ചറായിട്ടാണ് വർക്കുകൾ ചെയ്യുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നു, ആ രീതിയിൽ പോകുന്നു. എന്നാൽ ഓഡിറ്റിങ്ങിൽ എന്താ ചെയ്യുന്നത്? അനലറ്റിക്കൽ നേച്ചറാണ്, റിക്വയർ സ്പെഷ്യൽ സ്കിൽ. അതിൽ വിശകലനമാണ് നടത്തുന്നത്. ഇത് ചെയ്തത് ശരിയാണോ, ഈ ട്രാൻസാക്ഷൻ ചെയ്തത് ശരിയാണോ, ഇതിനാവശ്യമായിട്ടുള്ള എവിഡൻസസ് ഉണ്ടോ, ഡോക്യുമെന്റ്സ് ഉണ്ടോ, വൗച്ചേഴ്സ് ഉണ്ടോ എന്നൊക്കെ നടത്തുന്ന അനലറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? വിശകലനം ചെയ്യലാണ്. ഓഡിറ്റിംഗ് ദ ബുക്ക് കീപ്പർ ഡസ് ദ പ്രിലിമിനറി അക്കൗണ്ടിങ് വർക്ക്. അക്കൗണ്ടിങ്ങിന്റെ ആദ്യ നടപടികളാണ് ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നത്. എന്നാൽ അക്കൗണ്ടിങ്ങിന്റെ ഫിനിഷിംഗ് ടച്ച്, അക്കൗണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കുന്ന ഫിനിഷിംഗ് ടച്ചാണ് എന്തിൽ നടത്തുന്നത്? ഓഡിറ്റിംഗ് നടത്തുന്നത്. ബുക്ക് കീപ്പിംഗ് നടത്തുക സ്ഥാപനത്തിലെ ഒരു സാലറീഡ് എംപ്ലോയി ആണ്. എന്നാൽ ഓഡിറ്റിംഗ് നടത്തുക ആരാ? ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. സ്ഥാപനത്തിന്റെ സ്റ്റാഫ് അല്ല, പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി, അതായത് ഓഡിറ്റിങ്ങിന് വേണ്ടി മാത്രം വരുന്ന ഒരു എംപ്ലോയി ആണ്. 7th പോയിന്റും 8th പോയിന്റും ഞാൻ എഴുതിയിട്ടില്ല, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബുക്ക് കീപ്പിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ ഓർഗനൈസേഷനിൽ ത്രൂ ഔട്ട് ദ ഇയർ നടക്കുന്ന ഒരു കാര്യമാണ് ബുക്ക് കീപ്പിംഗ്. എന്നാൽ എപ്പോഴാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ, അല്ലെങ്കിൽ എൻഡ് ഓഫ് എ അക്കൗണ്ടിങ് ഇയർ. ഇനി ബുക്ക് കീപ്പിംഗ് ഈസ് ടേക്ക് പ്ലേസ് ബിഫോർ ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിന് മുമ്പ് ബുക്ക് കീപ്പിംഗ് നടത്തുന്നു. എന്നാൽ ഓഡിറ്റിംഗ് നടത്തുന്നത് എന്തിനു ശേഷമാണ്? ബുക്ക് കീപ്പിങ്ങിന് ശേഷമാണ്. അപ്പോൾ ഈ 2 പോയിന്റ്സും കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം 8 പോയിന്റ് ആണുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബുക്ക് കീപ്പിംഗ് നടത്തി ഫൈനലായിട്ടാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. ഓഡിറ്റിംഗ് നടത്തുന്നത് ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. ബുക്ക് കീപ്പിംഗ് നടത്തുന്നത് സ്ഥാപനത്തിലെ തന്നെ ഒരു സാലറീഡ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദി ഇയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ബുക്ക് കീപ്പിംഗ്. ഓഡിറ്റിംഗ് നടത്തുന്നത് ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനത്തിലാണ്. ഓക്കെ, താങ്ക് യു.